വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന്റെ അറസ്റ്റിന് സാധ്യത. അറസ്റ്റിന് നിർദ്ദേശം ലഭിച്ചതായി ഈരാറ്റുപേട്ട പോലീസ് അറിയിച്ചു. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ തീരുമാനം. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കൂടി എപ്പോൾ വേണമെങ്കിലും പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യമാണുള്ളത്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നിലവിൽ ഈരാറ്റുപേട്ട പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇത്തരത്തിൽ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പോലീസ് തലപ്പത്ത് നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് CI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ PC ജോർജിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ DGP ഈ കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ടാണ് പുറത്തു വരുന്ന സൂചനകൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈരാറ്റുപേട്ട പോലീസ് നടപടിക്ക് ഇപ്പോൾ ഒരുങ്ങുന്നത്. അതേസമയം തന്നെ PC ജോർജ് നിലവിൽ വീട്ടിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഒളിവിൽ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ സ്ഥിരീകരണം, വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാര്യം അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ PC ജോർജ് മാറി നിൽക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലായിരിക്കും പോലീസ് ഈ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അതേസമയം തന്നെ ഇന്നലെയാണ് ഹൈക്കോടതി PC ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അതിനുശേഷം BJP മുതിർന്ന നേതാക്കളുമായൊക്കെ തന്നെ PC ജോർജ് ചർച്ചകൾ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകേണ്ടതുണ്ടോ, കീഴടങ്ങേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം തേടിയിരുന്നു. പക്ഷേ ആ നിലയ്ക്ക് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് PC ജോർജിന് ലഭിച്ചത്. അതായത് സ്റ്റേഷനിലെത്തി നേരിട്ട് കീഴടങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ പാർട്ടിക്ക്, BJPക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു രീതിയിൽ, അല്ലെങ്കിൽ ഒരു വീട് വളഞ്ഞൊരു അറസ്റ്റ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഒരുപക്ഷെ അങ്ങനെ ഉള്ള സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ മൈലേജ് ആക്കി മാറ്റാൻ കൂടി BJP ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ PC ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു വേട്ടയാടൽ എന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ട്, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവിനെയാണ് ഇത്തരത്തിൽ വേട്ടയാടി പിടിക്കുന്നത് എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് അത് രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനുള്ള സാഹചര്യവും നിലവിൽ BJPയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും പോലീസ് നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വർഷം കഴിഞ്ഞ മാസം ജനുവരി 6-ാം തീയതി ഒരു സ്വകാര്യ ചാനലിൽ നടത്തിയിരുന്ന സംവാദ പരിപാടിയിൽ PC ജോർജ് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, അത് വളരെ വിദ്വേഷപൂർവ്വമായിട്ടുള്ള പരാമർശങ്ങൾ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് പോലീസ് കേസ് എടുത്തിരുന്നത്. മുസ്ലിം വിരുദ്ധമായിരുന്നു PC ജോർജിന്റെ പരാമർശങ്ങൾ എന്നുള്ളതായിരുന്നു പരാതി. മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് PC-ക്കെതിരായിട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നത്. അതായത് ആ ചാനൽ ചർച്ചയിൽ PC നടത്തിയത് മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ്, അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ്, നിരവധി ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കിയിട്ടുള്ളവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങളായിരുന്നു PC ജോർജ് നടത്തിയിരുന്നത് എന്നതായിരുന്നു ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. മതവിദ്വേഷം ജനിപ്പിക്കുക, കലാപാഹ്വാനം നടത്തുക തുടങ്ങിയിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു PC ജോർജിനെതിരായിട്ട് ഈരാറ്റുപേട്ട പോലീസ് FIR ഇട്ടിരുന്നത്. അതിനുശേഷം പോലീസ് അറസ്റ്റ് നടപടി മുന്നിൽ കണ്ടുകൊണ്ട് PC ജോർജ് ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി PC ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയായിരുന്നു PC ജോർജ്. തുടർന്ന് ഹൈക്കോടതിയും ഇന്നലെ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടിക്കായിട്ട് ഒരുങ്ങുന്നത്. ഒപ്പം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായിട്ടുള്ള വിമർശനവും PC ജോർജിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. മുമ്പും PC-യുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വിദ്വേഷപൂർവ്വമായിട്ടുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് അർഹനല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു കോടതി അടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഈ അറസ്റ്റ് വൈകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെയാണ് ജാമ്യാപേക്ഷ തള്ളിയത്, 24 മണിക്കൂറായിട്ടും അറസ്റ്റ് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മുസ്ലിം സംഘടനകളും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, അതോടൊപ്പം തന്നെ SDPI പോലെയുള്ള സംഘടനകളും ഇന്ന് പ്രതിഷേധത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഉപവാസ സമരം അടക്കമുള്ള സമരങ്ങൾ ഇന്ന് ഈ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനായിട്ട് പോവുകയാണ്. എന്തായാലും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ വീട് വളഞ്ഞൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് കൂടി കാരണമായേക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം PC ജോർജ് ഇപ്പോൾ BJPയുടെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകരൊക്കെ ഏത് വിധത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി ഇനി നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും കർശനമായിട്ട് നടപടിയിലേക്ക് തന്നെ കടക്കുകയാണ് പോലീസ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എത്രയും വേഗം തന്നെ PC-യുടെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചന. ലക്ഷ്മി, സ്വകാര്യ ചാനലിൽ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിലാണ്
PC ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കോടതികൾ തള്ളിയ സാഹചര്യത്തിൽ അറസ്റ്റിനുള്ള നിർദ്ദേശം പോലീസിന് കിട്ടിയിരിക്കുകയാണ്. ഈരാറ്റുപേട്ട പോലീസ് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്.